അല്ല, ചർച്ചകളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പാർട്ടി എന്ത് ഉചിതമായ തീരുമാനമെടുത്താലും അത് പാർട്ടിയുടെ ഡിസിഷനാണ്. പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കുക, അത് ഞാൻ പൊതുവേദിയിൽ വന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആരും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇപ്പം എന്ത് തീരുമാനവും പാർട്ടിക്ക് എടുക്കാം. ആരെങ്കിലും തുടരണമെങ്കിൽ തുടരാം, മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ പാർട്ടിയുടെ തീരുമാനം, അപ്പോൾ പാർട്ടിയുടെ തീരുമാനത്തെ പൊതുവേദിയിൽ വന്ന് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. സംഘടനാ തലത്തിലെ മുൻപോകും ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷന്മാരൊക്കെ ഒരുപാട് നമുക്കറിയാം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്യമാണ്. അപ്പോൾ അതൊക്കെ പണ്ട് ഉമ്മൻചാണ്ടിയുടെയും പിന്നെ ചരിത്രകാലത്തൊക്കെ ഈ കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏകോപിച്ച് കൊണ്ടുപോകുന്നൊരു സമീപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു എത്രത്തോളം അതൊരു ശുഭസൂചകമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. അല്ല, അതിനകത്തൊരു ഇഷ്യൂ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ ഞാൻ പത്രത്തിൽ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ദിവസവും 3-4 തവണയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ അതിൻ്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റാണ്. ഇന്നലെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ തമ്മിൽ ഉണ്ട് എന്ന് പറയുന്ന അസ്വാരസ്യങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടന്ന ചില തർക്കങ്ങളും നമുക്ക് അതിൽ തെളിവായുള്ള തർക്കങ്ങളുണ്ട്. അല്ല, അതിപ്പം നിങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് എടുക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. യുവാക്കളുടെ പ്രാതിനിധ്യത്തോളം അല്ല, യുവാക്കൾ ആവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യുവാക്കൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. കാരണം പാർട്ടിയുടെ നിലപാട് തന്നെയാണ്. ഇന്നലെ തന്നെ കുറേ ചെറുപ്പക്കാർക്ക് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് പാർട്ടി അതിന് ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാൻ സാധിക്കും. KPCC പ്രസിഡന്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഒരു ചർച്ചയായി നിലവിൽ സംസ്ഥാനത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തുടരേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഞങ്ങളുടെ ഏതൊക്കെ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ഏതൊക്കെ നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? നിങ്ങൾ തന്നെ ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ തന്നെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന എല്ലാ ഉത്തരത്തിനും ഞങ്ങൾ മറുപടി പറയാൻ പറ്റുമോ? ഇതെല്ലാം മാധ്യമങ്ങളല്ലേ പറയുന്നേ. നിങ്ങൾ തന്നെ കഴിഞ്ഞൊരു പ്രശ്നം നിങ്ങൾ വന്നു കണ്ടു, എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ട് മറുപടി കൊടുത്തത് വലിയ ഇഷ്യൂ ആക്കി നിങ്ങൾ തന്നെ മാറ്റി. നിങ്ങളാണിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്നത്. ഇപ്പം KPCC പ്രസിഡന്റ് വളരെ സമർത്ഥമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. ഞാൻ അങ്ങനെ ഒന്നും, ഇപ്പം പാർട്ടി സമർത്ഥമായി അത് നയിക്കുന്നുണ്ട്.